നാലാം ദൈവകൽപ്പന: മാതാപിതാക്കളെ ബഹുമാനിക്കുക. പ്രഭാഷകൻ 7-ാം അധ്യായം 27-28 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ ഇരുന്നിട്ടുണ്ടോ? വിചാരത്താൽ അവരോട് ബഹുമാനമില്ലായ്മ, പുച്ഛം, കോപം, നിഷേധഭാവം, അവഗണന എന്നിവ ഉണ്ടായിട്ടുണ്ടോ? വാക്കാൽ മാതാപിതാക്കന്മാരെ കുറ്റം പറയുക, തർക്കുത്തരം പറയുക, അസഭ്യം പറയുക, ശപിക്കുക, ധിക്കരിക്കുക, പരുഷമായി സംസാരിക്കുക, കുറ്റം വിധിക്കുക, വ്യാജം പറയുക എന്നിവ ഉണ്ടായിട്ടുണ്ടോ? പ്രവൃത്തിയാൽ മാതാപിതാക്കന്മാരെ ശാരീരികമായി വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടോ? ദയാവധത്തിന് വിധേയരാക്കിയിട്ടുണ്ടോ? ഉപേക്ഷയാൽ മാതാപിതാക്കൾക്ക് നൽകേണ്ട ആദരവോ പരിഗണനയോ നിഷേധിച്ചിട്ടുണ്ടോ? രോഗാവസ്ഥയിലും അവശതയിലും ആവശ്യമായ ശുശ്രൂഷ നൽകാതിരുന്നിട്ടുണ്ടോ? ചികിത്സ നിഷേധിച്ചിട്ടുണ്ടോ? ആത്മീയവും മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? അവരോട് ഇത്തരത്തിൽ അനുസരണക്കേട് കാട്ടിയിട്ടുണ്ടോ? ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ജീവിത പങ്കാളിയെ വിചാരത്താൽ വെറുക്കുകയോ സ്നേഹരാഹിത്യം പ്രകടിപ്പിക്കുകയോ പുച്ഛിക്കുകയോ അവിശ്വസ്തത കാട്ടുകയോ ബഹുമാനിക്കാതിരിക്കുകയോ വിധേയത്വപ്പെടാതിരിക്കുകയോ സംശയം വെച്ചു പുലർത്തുകയോ ഉണ്ടായിട്ടുണ്ടോ? ജീവിത പങ്കാളിയെ വാക്കാൽ ശപിക്കുകയോ അസഭ്യം പറയുകയോ പരിഹസിക്കുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ മുറിപ്പെടുത്തുകയോ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പുച്ഛിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ടോ? ജീവിത പങ്കാളിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? പീഡിപ്പിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ മദ്യപിച്ചെത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയോ ദാമ്പത്യ വിശ്വസ്തത കാട്ടാതെ വഞ്ചിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉപേക്ഷയിൽ ജീവിത പങ്കാളിയോട് ആത്മീയവും മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? പട്ടിണി കിട്ടിട്ടുണ്ടോ? പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ? ഒറ്റപ്പെടുത്തുകയോ ദാമ്പത്യധർമ്മം നിർവഹിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥനയോ കൗദാശിക ജീവിതമോ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? മക്കളുമായ ബന്ധത്തിൽ വിചാരത്തിൽ അവരോട് സ്നേഹമില്ലായ്മ, പക്ഷപാതം കാട്ടുക, അവഗണന, മക്കൾ ശല്യമാണെന്ന ചിന്ത ഇവ ഉണ്ടായിട്ടുണ്ടോ? വാക്കിൽ മക്കളെ അസഭ്യം പറയുക, ശപിക്കുക, മനസ്സു തകർക്കുന്ന വാക്കുകൾ പറയുക എന്നിവ ഉണ്ടായിട്ടുണ്ടോ? മക്കളുടെ മുൻപിൽ വെച്ച് മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് അധികാരികളുടെയോ ജീവിത പങ്കാളിയുടെയോ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പ്രവൃത്തിയിൽ
മക്കളോട് കലി തീർക്കുന്ന രീതിയിൽ ക്രൂരമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? പീഡിപ്പിച്ചിട്ടുണ്ടോ? ദുർമാതൃക നൽകിയിട്ടുണ്ടോ? തിന്മയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ? ഉപേക്ഷയിൽ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രാർത്ഥനാ ജീവിതം, കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, സഭാത്മക ജീവിതം എന്നിവയിൽ അവരെ വളർത്താതിരുന്നിട്ടുണ്ടോ? തെറ്റുകൾ തിരുത്തി കൊടുക്കാതിരുന്നിട്ടുണ്ടോ? മക്കളുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ സ്നേഹം, പരിഗണന, പ്രോത്സാഹനം, വിദ്യാഭ്യാസം എന്നിവ നൽകാതിരുന്നിട്ടുണ്ടോ? ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ നൽകാതിരുന്നിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ? മക്കൾ പ്രായപൂർത്തിയായിട്ടും വീതം നൽകാതിരിക്കുകയോ ജീവിതാന്തസ്സിലേക്ക് നയിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനും ജന്മം നൽകുവാനും താല്പര്യം ഇല്ലാതിരുന്നിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത് നീട്ടിവെക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടോ? മരുമക്കളോടുള്ള ബന്ധത്തിൽ മരുമക്കളെ സ്വന്തം മക്കളായി തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? മരുമക്കളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അവരോട് അവഗണനയോ സ്നേഹമില്ലായ്മയോ പുച്ഛമോ വെറുപ്പോ കുറ്റം പറച്ചിലോ ശാപമോ അസഭ്യമോ സംശയമോ ഭിന്നിപ്പിക്കലോ ഇറക്കിവിടലോ വിവാഹമോചനത്തിന് ശ്രമിക്കലോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കലോ ശാരീരികമായി ഉപദ്രവിക്കലോ കരുണ കാണിക്കാതിരിക്കലോ ഭക്ഷണം, വസ്ത്രം മുതലായവ നിഷേധിക്കുന്നതോ ഉണ്ടായിട്ടുണ്ടോ? അധികാരികളോടുള്ള ബന്ധത്തിൽ മേലധികാരികളോടും അധ്യാപകരോടും മുതിർന്നവരോടുമുള്ള ബഹുമാനം, അനുസരണം, ആത്മാർത്ഥത, അവർക്കായി പ്രാർത്ഥിക്കുക തുടങ്ങിയ കടമകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? വേലക്കാരോട് ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കാതിരുന്നിട്ടുണ്ടോ? സമൂഹത്തിലെ ബുദ്ധിമാന്ദ്യം ഉള്ളവർ, മാനസിക രോഗികൾ, അന്ധർ, മൂകർ, ബധിരർ, വികലാംഗർ, ഭിക്ഷാടകർ തുടങ്ങിയവരോടുള്ള കടമകൾ നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ? അവരോട് അനുകമ്പ കാണിക്കാതിരുന്നിട്ടുണ്ടോ? ദരിദ്രരോടുള്ള കടമകൾ അവഗണിച്ചിട്ടുണ്ടോ? നമുക്ക് വിചിന്തനം ചെയ്യാം.